ഹായ് വെൽക്കം ടു റെനീഷ സി എസ് എഡു വോൾട്ട്. നമ്മൾ ഈ വീഡിയോക്കകത്ത് പഠിക്കാൻ പോകുന്നത് ട്രീ ട്രാവേഴ്സലിനെ കുറിച്ചാണ്. അപ്പൊ ട്രീ ട്രാവേഴ്സലിന്റെ അകത്ത് ട്രീ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഓൺ ട്രീ. ട്രീക്കകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ ആണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോഡിനെ ട്രീക്കകത്തുള്ള നോഡിനെ വിസിറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം ഒരു സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കും അത് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രീയിലുള്ള ഓരോ നോഡിനെയും നമ്മൾ വിസിറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ, അതൊരു സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കണം. ഓക്കെ, അപ്പം അതെന്ത് പറഞ്ഞു നോക്കി. ഇറ്റ് ഈസ് എ വേ ഇൻ വിച്ച് ഈച്ച് നോഡ് ഇൻ എ ട്രീ ഈസ് വിസിറ്റഡ് എക്സാക്ട്ലി once in a systematic manner. ഓക്കെ, ഒരു പ്രത്യേക ഓരോ നോഡും ട്രീക്കകത്തുള്ള ഓരോ നോഡിനെയും വിസിറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം എക്സാക്ട്ലി വൺസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ വിസിറ്റ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത്, ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം ദർ ആർ 3 type ഓഫ് ട്രാവേഴ്സൽസ്. 3 തരത്തിലുള്ള ട്രാവേഴ്സൽ ആണുള്ളത്. പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ഇൻ ഓർഡർ ട്രാവേഴ്സൽ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പ്രീ ഓർഡർ, ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ. പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്തിരിക്കുക, റൂട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്, പ്ലസ് എ ബി എന്നല്ല എഴുതുക. പ്രിഫിക്സ് ആണെങ്കിൽ പ്ലസ് എ ബി. ഓക്കെ, ഇൻഫിക്സ് ആണെങ്കിൽ എ പ്ലസ് ബി, പോസ്റ്റ് ഫിക്സ് ആണെങ്കിൽ എ ബി പ്ലസ്. ഇങ്ങനെയാണ് എഴുതുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്ലസിന്റെ അവിടെ റൂട്ട് വരുന്നെന്ന് ഓർക്കുക. എയുടെ അവിടെ ലെഫ്റ്റ്, ബിയുടെ അവിടെ റൈറ്റ്. എൻ റൂട്ട് നോഡാണ് ആദ്യം. എൻ എന്ന് പറയുന്ന റൂട്ട് നോഡാണ്. പിന്നെ ലെഫ്റ്റ് സബ്സ്ട്രീ, ആർ എന്ന് പറയുന്നത് റൈറ്റ് സബ്സ്ട്രീ. ഈ കേസില് പ്രിഫിക്സിന്റെ കേസില് ലെഫ്റ്റ് സബ്സ്ട്രീ, റൂട്ട്, റൈറ്റ് സബ്സ്ട്രീ. ഈ രീതിയിലായിരിക്കും വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ് സബ്സ്ട്രീ, റൈറ്റ് സബ്സ്ട്രീ, റൂട്ട്. ഇത് നിങ്ങൾ ഓർത്തു വെച്ചാൽ, ഇത് ഇത്രയും ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൽഗോരിതം ഈസി ആയിട്ട് എഴുതാം, പ്രോഗ്രാം ഈസി ആയിട്ട് എഴുതാം. അതിനകത്ത് ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻ ഓർഡർ അല്ലെ പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ അങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇത് ഓർത്തു വെച്ചെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 തരത്തിലുള്ള ട്രാവേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ ഓർഡർ, പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഓക്കെ, ഓരോന്നിനും ഇത് നമ്മൾ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. നമുക്കപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീ ഓർഡർ ട്രാവേഴ്സൽ പഠിക്കാം. പ്രീ ഓർഡർ ട്രാവേഴ്സലിന്റെ അൽഗോരിതമാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ എക്സാമിന് ട്രാവേഴ്സലിന്റെ അൽഗോരിതം ചോദിച്ചാൽ റിക്കോർസീവ് അൽഗോരിതം എഴുതിയാൽ മതി. ക്വസ്റ്റ്യന്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത് പറയാണ് നോൺ റിക്കേഴ്സീവ് എന്നും എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം നോൺ റിക്കേഴ്സീവ് അൽഗോരിതം എഴുതേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ റിക്കേഴ്സീവ് അൽഗോരിതം എഴുതിയാൽ മതി. അപ്പം ഇത് ഈസി ആണ്. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് റിക്കേഴ്സീവ് അൽഗോരിതം ആണ് പറയാൻ പോകുന്നത്. വേറെ ഒരു വീഡിയോക്കകത്ത് നോൺ റിക്കേഴ്സീവ് അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതിന്റെ അകത്ത് പറയുന്ന ഇതാണ്. ഇൻ ഓർഡർ ട്രാവേഴ്സലിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു എൻ എന്ന് പറഞ്ഞ റൂട്ട്, ആർ എന്ന് പറഞ്ഞ ലെഫ്റ്റ് സബ്സ്ട്രീ, എൽ എന്ന് പറഞ്ഞ ലെഫ്റ്റ് സബ്സ്ട്രീ, ആർ എന്ന് പറഞ്ഞ റൈറ്റ് സബ്സ്ട്രീ. അപ്പം എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡറിന്റെ അവിടെ എൻ വരുന്നിടത്ത് നമ്മൾ എഴുതുന്നത് വിസിറ്റ് ദ റൂട്ട് നോഡ്. അതിന് മാറ്റമില്ല. 3 അൽഗോരിതം ആണെങ്കിൽ എൻ നമ്മൾ വരുന്ന പ്ലേസിൽ അങ്ങ് എഴുതുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്, എൻ ആണ് വന്നിരിക്കുക. അപ്പൊ വിസിറ്റ് ദ റൂട്ട് നോഡ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് എൽ ആണ് വന്നിരിക്കുന്നത്. എൽ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ. ഇത് പ്രീ ഓർഡറിന്റെ ആണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രീ ഓർഡർ. നമ്മൾ ഇനി വരുമ്പം എല്ലിന്റെ അവിടെ ഇൻ ഓർഡറിന്റെ അവിടെയാണ് എല്ല് വരുന്നതെങ്കിൽ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ ഓർഡർ എന്നാവും. നിങ്ങൾക്ക് അടുത്ത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഇവിടെ എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ. ഇനിയും ആറാണ്. ആറെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ. അൽഗോരിതം കഴിഞ്ഞു. ഈ 3 സ്റ്റെപ്പാണ് അൽഗോരിതം.
ഓക്കെ, അപ്പം എന്താണ് അൽഗോരിതം? വിസിറ്റ് ദ റൂട്ട് നോഡ്, then traverse the left substring pre-order, okay, traverse the right substring pre-order. ഇതാണ് അൽഗോരിതം. പ്രോഗ്രാം ഇങ്ങനെയാണ് എഴുതുന്നത്: void pre-order node star p. ഓക്കെ, നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പം ആ ഒരു നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് സ്റ്റാർ പി എന്ന് പറയുന്നത്. പി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഒരു ട്രീയുടെ നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ട്രീക്ക് നേരത്തെ പഠിച്ചപ്പം പറഞ്ഞാണ് ഒരു ലിങ്ക് ലിസ്റ്റ് രീതി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു നോഡിന് 3 ഫീൽഡ് ആണ്. ഏതൊക്കെയാണ്? ഡേറ്റ ഫീൽഡ്, ഓക്കെ, അഡ്രസ് ഓഫ് ദ റൈറ്റ് ചൈൽഡ്, അഡ്രസ് ഓഫ് ദ ലെഫ്റ്റ് ചൈൽഡ്. അപ്പൊ ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്, പിന്നെ ഡേറ്റ, ഇത്രയാണ് ഉള്ളത്. അപ്പം നമ്മൾ നോക്കി ട്രീ നള്ളാണോ, നോട്ട് ഈക്വൽ ടു നള്ളാണോ നോക്കി. നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിലല്ലേ നമ്മൾ ആ നോഡിനെ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ നോട്ട് ഈക്വൽ ടു നള്ളാണോ നോക്കി. ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞിരിക്കുന്നത് വിസിറ്റ് ദ റൂട്ട് നോഡാണ്. അപ്പൊ എങ്ങനെ ചെയ്യണം? അതിനെ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡേറ്റയാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. അപ്പൊ പ്രിന്റ് പെർസെന്റേജ് പി ഡേറ്റ എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ അടുത്ത് കിടക്കുന്ന ഡേറ്റയെ പ്രിന്റ് ചെയ്യിച്ചു. ഓക്കെ, വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ആ പ്രീ ഓർഡർ എന്ന് പറയുന്ന ഫംഗ്ഷനെ പിന്നെയും വിളിക്കുക. അപ്പൊ പ്രീ ഓർഡർ, ഇതിന്റെ തന്നെ എഴുതുക പേര് പ്രീ ഓർഡർ പി ലെഫ്റ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറയുക? ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ. ഓക്കെ, അപ്പൊ എന്ത് കൊടുക്കണം? ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുകയാണ് ചെയ്യുന്നത് പ്രീ ഓർഡർ പി റൈറ്റ്. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. ഇഫ് ക്ലോസ് ചെയ്യുക, വോയിഡ് മെയിൻ ക്ലോസ് ചെയ്യുക. പിന്നെ ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ട്രീ തന്നിട്ടുണ്ട്, ഇതിന്റെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിസിറ്റ് ദ റൂട്ട് നോഡ്. അപ്പൊ ആദ്യം ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനെ എന്ത് ചെയ്യാനാ പറഞ്ഞ? വിസിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ ചെയ്ത്? വിസിറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സബ്സ്ട്രീ, ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ ഓർഡർ. ലെഫ്റ്റിലേക്ക് വന്നു. അത് കഴിയുമ്പോ എന്താ വരുന്നത്? വിസിറ്റ് ദ റൂട്ട് നോഡ്. അപ്പൊ ബി എന്ത് ചെയ്തു? വിസിറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ. അപ്പൊ ഇതിവിടെ വന്നു, ഡി വന്നു. ഇനിയും പറയുന്നത് വിസിറ്റ് ദ റൂട്ട് നോഡ്, ഡി എഴുതി. ഇതിന് ലെഫ്റ്റും ഇല്ല റൈറ്റ് സൈഡും ഇല്ല. അപ്പൊ നേരെ ഇവിടെ ഡി വന്നു, ഡി ഓൾറെഡി വിസിറ്റഡ് ആണ്. ബി വന്നു, ബി ഓൾറെഡി വിസിറ്റഡ് ആണ്. ബിയുടെ ലെഫ്റ്റ് ഫുള്ള് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റൈറ്റിലോട്ട് പോകും. റൈറ്റിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഇ ആണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? വിസിറ്റ് ദ റൂട്ട് നോഡ്, ഇ. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഇയുടെ ലെഫ്റ്റ് എടുക്കുക. ഓക്കെ, ലെഫ്റ്റ് എടുക്കുക. ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പ്രീ ഓർഡർ. അപ്പൊ അത് ഇങ്ങോട്ട് വന്നു, വിസിറ്റ് ദ റൂട്ട്, അതിനെ വിസിറ്റ് ചെയ്തു. നേരെ ഇത് ഇവിടെ വന്നു, ഈ ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇതിന് റൈറ്റ് നോക്കും, റൈറ്റ് ഇല്ല. നേരെ ഇവിടെ വന്നു, ഇവിടെ ബി ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പം അതിന്റെ പേരന്റ് എടുത്തു, എ ഓൾറെഡി വിസിറ്റഡ് ആണ്. ലെഫ്റ്റ് മുഴുവൻ കഴിഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യും? റൈറ്റിലോട്ട് പോകും. അപ്പൊ റൈറ്റിൽ കിടക്കുന്നത് ആദ്യം കിടക്കുന്നത് സി ആണ്. സിയെ വിസിറ്റ് ചെയ്തു. സിയുടെ ലെഫ്റ്റ് ഉണ്ടോ നോക്കും, ഉണ്ട്. ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് പോയി അതിനെ വിസിറ്റ് ചെയ്തു. ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. അപ്പൊ നേരെ ഇത് പിന്നെ ഇവിടെ വരും. അപ്പൊ സിക്കകത്ത് ഇവിടെ സി ഓൾറെഡി വിസിറ്റഡ് ആണ്. സിയുടെ ലെഫ്റ്റ് കഴിഞ്ഞു, അങ്ങനെ റൈറ്റിലോട്ട് പോകും. ജിയുടെ കഴിഞ്ഞു, ജിയുടെ ലെഫ്റ്റ് ഉണ്ടോ നോക്കി, ലെഫ്റ്റ് ഇല്ല. ഓക്കെ, ഇവിടെ വന്നു, ജി ഓൾറെഡി വിസിറ്റഡ് ആണ്. അതിന്റെ റൈറ്റ് നോക്കി, റൈറ്റ് എഴുതി. ഓക്കെ, ഇതിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. നേരെ ഇവിടെ വന്നു, ജി വിസിറ്റഡ് ആണ്, സി വിസിറ്റഡ് ആണ്, എ വിസിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പ്രീ ഓർഡർ എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു ചൈൽഡ് മാത്രമുള്ള ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ ഒരെണ്ണത്തിനുള്ളെങ്കിൽ നമ്മൾ റൈറ്റ് ചൈൽഡ് അവിടെ ജസ്റ്റ് ബ്ലാങ്ക്
ഒരു ലൈൻ വരച്ചിടുക. ഇപ്പം റൈറ്റ് ചൈൽഡ് ഉള്ളെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിന്റെ അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് വരച്ചിടുക. ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റേ ഉള്ളൂ, അപ്പൊ റൈറ്റ് ഇല്ല, ജസ്റ്റ് വരച്ചിട്ടു. ഇവിടെ റൈറ്റ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ലെഫ്റ്റ് വരച്ചിട്ടു. ബാക്കി ഉള്ളതിനൊക്കെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. എന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോ ഇവിടുന്ന് തുടങ്ങണം. ഈ വന്നേക്കുന്ന ഇതേ ലൈനിൽ വരിക. ഇതുവഴി വന്നു, ഇതുവഴി വന്നു, എല്ലാം നോടിക്കൂടി ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാണ്ട. മനസ്സിലായി വരച്ചത്? ഇവിടുന്ന് തുടങ്ങി ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരച്ചത്. ഇനി ഇത് എഴുതുന്നത്, പ്രീ ഓർഡർ എഴുതുന്നത് ആദ്യം കാണുമ്പോൾ തന്നെ ഈ ലൈനിൽ വരുമ്പോ ആദ്യം കാണുന്നതിന് അങ്ങ് ആദ്യം എഴുതും. ഇവിടുന്ന് വരുമ്പോ ഈ വരച്ച് വരുമ്പോ ആദ്യം കാണുന്ന ഏതാ? എ ആണ്. എ എഴുതും. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതിയാൽ കഴിഞ്ഞാൽ പിന്നെ എഴുതത്തില്ല. ഇവിടുന്ന് വന്നോ അടുത്ത കാണുന്നത് ബി എ, ബി എഴുതും. നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വരുമ്പോ ഡി ആ കാണുന്നത്, ബി എഴുതി. നേരെ ഇങ്ങോട്ട് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോ ബി ആ, ബി ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം എഴുതത്തുള്ളൂ. അപ്പം ഇത് ബി എഴുതത്തില്ല. അടുത്ത വരുമ്പോ ഏതാണ്? ഇ ആണ് കിടക്കുന്നത്, ഇ എഴുതും. അടുത്ത ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഐ ആണ് കിടക്കുന്നത്, ഐ എഴുതും. നെക്സ്റ്റ് ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ ആ കിടക്കുക, ഈ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതത്തില്ല. നേരെ ഇങ്ങനെ വരും. ഈ ഇവിടെ ഈയുടെ അവിടെ വരുന്ന ഈ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എഴുതത്തില്ല. ബിയുടെ അവിടെ വരും, ബി ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്, എഴുതത്തില്ല. ഇവിടെ വരും, എ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതത്തില്ല. ഇങ്ങോട്ട് വരുമ്പോ ആദ്യം കിടക്കുന്നത് സി, സി എഴുതി. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിടക്കുന്ന എഫ് ആണ്, എഫ് എഴുതി. നെക്സ്റ്റ് ഇവിടെ വരുമ്പോ സി ആ കിടക്കുക, സി ഓൾറെഡി നമ്മൾ എടുത്തു, ഒരു പ്രാവശ്യം എഴുതുക, പിന്നെ എടുക്കത്തില്ല. നേരെ ഇങ്ങോട്ട് വരുമ്പോ ജി ആ കിടക്കുന്ന, ആദ്യം ജി എഴുതുക. ഇവിടെ വരുമ്പോഴത്തേന് അടുത്തത് ജി ആണ്, ജി ഒരു പ്രാവശ്യം എഴുതി, അതുകൊണ്ട് എഴുതത്തില്ല. നേരെ ഇങ്ങോട്ട് വരുമ്പം ജെ ആണ്, ജെ എഴുതി. ഇവിടെ വരുമ്പോഴത്തേന് ജി ആ പിന്നെയും വരുന്നത്, എടുക്കത്തില്ല. നേരെ ഇങ്ങോട്ട് വന്ന് സി എടുക്കത്തില്ല. എ വരും, ഓൾറെഡി വിസിറ്റഡ് ആണത്, എടുക്കത്തില്ല. അപ്പൊ ഇതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം വരയ്ക്കുക. വരച്ചു വരുമ്പം ആദ്യം കാണുന്നതിനെ അങ്ങ് എഴുതുക. പിന്നെ സെക്കൻഡ് ടൈം ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എഴുതാവും. ആദ്യം കാണുമ്പോഴേ എഴുതുക, പിന്നെ കാണുമ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ എഴുതത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. ഇനി ഇൻ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഓർഡർ ട്രാവേഴ്സൽ ആണ്. ഇൻ ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിൽ എൽ എൻ ആർ, എൽ എന്ന് പറഞ്ഞെങ്കിൽ ലെഫ്റ്റ് സബ്സ്ട്രീൻ, ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. എൻ എന്ന് പറയുന്ന വിസിറ്റ് ദ റൂട്ട് നോട്ട്, ആർ എന്ന് പറയുന്ന ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. അത് തന്നെയാണ് അൽഗോരിതം എഴുതി വെച്ചിരിക്കുന്നത്. എൽ എന്ന് പറയുന്നത് ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ, വിസിറ്റ് ദ റൂട്ട് നോഡ്. എന്ന് പറയുന്നത് വിസിറ്റ് ദ റൂട്ട് നോഡ്. നെക്സ്റ്റ് എന്താ? ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. ആറിനോട് എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. ഓക്കെ, അൽഗോരിതം കഴിഞ്ഞു. ഇനി പ്രോഗ്രാം എഴുതുമ്പോൾ വോയിഡ് ഇൻ ഓർഡർ നോഡ് സ്റ്റാർ പി. ഓക്കെ, പി എന്ന് പറയുന്നത് ഈ ട്രീയുടെ നോഡിലേക്ക് പോയിന്റ് ചെയ്തൊരു പോയിന്റർ ആണ്. ട്രീ നോട്ട് ഈക്വൽ ടു നൾ, ട്രീ നൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ ഓർഡർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഓർഡർ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഫംഗ്ഷനെ തന്നെ കൂടിയാണ് ഇൻ ഓർഡർ പി ലെഫ്റ്റ്. ഉണ്ടോ? നേരത്തെ എഴുതിയിട്ട് തന്നെ ഇൻ ഓർഡർ, പി ഓർഡർ, പോസ്റ്റ് ഓർഡർ എന്നുള്ള ആ പൊസിഷൻ മാറുക, ബാക്കി എല്ലാം സെയിം ആണ്. വിസിറ്റ് എന്ന് പറയുമ്പോൾ പ്രിന്റ് ചെയ്യണം, പ്രിന്റ് ഓഫ് പി ഡേറ്റ, പെർസെന്റേജ് ഡി പി ഡേറ്റ പ്രിന്റ് ചെയ്യാം. ഇനിയും നെക്സ്റ്റ് എന്താ പറയുക? ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ ആവുന്നത്. അപ്പൊ ഇൻ ഓർഡർ പി റൈറ്റ്. ഇഫ് ക്ലോസ് ചെയ്യാം, വേർഡ് ക്ലോസ് ചെയ്യാം, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഇപ്പൊ ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എഴുതുന്നത് നമുക്ക് നോക്കാം. ഒരു ട്രീ തന്നിട്ടുണ്ട്, അതിന്റെ ഇൻ ഓർഡർ എങ്ങനെ എഴുതുന്നത് നോക്കാം. അപ്പം
ആദ്യം എന്താ പറഞ്ഞേ? ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. അപ്പൊ ട്രാവേഴ്സ് ഇത് ഇവിടെ വന്നു. പിന്നെ പറയുന്നത് ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ ഇവിടെ വന്നു. ഇനിയും ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഇല്ല. അപ്പൊ എന്താണ്? വിസിറ്റ് ദ റൂട്ട് നോട്ട്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ ഡി എ വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഇനി നമ്മൾ എന്താ വരിക? ഇതിന് ലെഫ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ബി എ വിസിറ്റ് ചെയ്യും. ബിയുടെ ലെഫ്റ്റ് എല്ലാം കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റിലോട്ട് പോയി ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. അപ്പൊ എന്ത് വന്നു? പിന്നെയും വിളിക്കുകയാണ് ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. അപ്പം ഐ വന്നു. പിന്നെ ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഐ വിസിറ്റ് ചെയ്തത്. നേരെ ഇത് ഇവിടെ വന്നു. വിസിറ്റ് ദ റൂട്ട് നോട്ട്. ഇനിയും ഇതിന് ലെഫ്റ്റ് ഉണ്ടോ നോക്കി. ഇല്ല. ഇല്ല എന്നുള്ള നേരെ ഇവിടെ വന്നു. ബി ഓൾറെഡി ഇവിടെ വിസിറ്റഡ് ആണ്. അപ്പൊ അങ്ങനാണെങ്കിൽ അത് എഴുതത്തില്ല. നേരെ ഇവിടെ വന്നു. അപ്പൊ ലെഫ്റ്റ് എല്ലാം എയുടെ ലെഫ്റ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് എ വിസിറ്റ് ചെയ്തത്. ഇനിയും എയുടെ റൈറ്റിൽ പോയി. അപ്പൊ ഇവിടെ വന്നു ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീൻ ഇൻ ഓർഡർ. അപ്പൊ ഇവിടെ വരും. അപ്പൊ ഇതിന് ലെഫ്റ്റും റൈറ്റും ഇല്ലാത്തതുകൊണ്ട് അതിനെ വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇവിടെ വന്നു. ലെഫ്റ്റ് അല്ല ഇത് കഴിഞ്ഞതുകൊണ്ട് സി എ വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് സിയുടെ റൈറ്റ് എടുക്കുക. റൈറ്റ് ജി ആണ്. ഇതിന്റെ ലെഫ്റ്റ് ഉണ്ടോ നോക്കും. ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ജി എ ഇവിടെ വിസിറ്റ് ചെയ്യും. ജിയുടെ റൈറ്റിൽ പോകും. റൈറ്റിൽ പോയി കഴിയുമ്പോൾ ജിക്ക് ലെഫ്റ്റ്, ജെയ്ക്ക് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. അങ്ങനെയാണ് ജെ ഇവിടെ വിസിറ്റ് ചെയ്തു. നേരെ ഇവിടെ വന്നു. ജി ഓൾറെഡി വിസിറ്റഡ് ആണ്, അതുകൊണ്ട് വിസിറ്റ് ചെയ്യത്തില്ല. ഇവിടെ വന്നു. സി ഓൾറെഡി വിസിറ്റഡ് ആണ്, എടുക്കത്തില്ല. ഇവിടെ വന്നു. എ ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പൊ എല്ലാ നോഡും ഇവിടെ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏതേലും ഒരെണ്ണത്തിൽ ലെഫ്റ്റ് ഇല്ല അല്ലെങ്കിൽ റൈറ്റ് ഇല്ലെങ്കിൽ നമ്മളത് വരച്ചു കൊടുക്കാം. ഇപ്പൊ ഈ രണ്ട് കേസിൽ ഇത് മാത്രമേ ഉള്ളൂ. അത് വരച്ചു കൊടുത്തു. എന്നിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ സെയിം ആണ് അത് വരച്ചിടുക. ഒരെണ്ണം മതി സത്യം പറഞ്ഞെങ്കിൽ ഇൻ ഓർഡറും പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും എഴുതാനായിട്ട്. ഇങ്ങനെ വരച്ചിടുക. സെയിം ആണ്. ഇൻ ഓർഡറും പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും എഴുതുന്നതിന് സെയിം ആണ്. ഓക്കെ, വരച്ചിട്ടു. എന്നിട്ട് ഈ ലൈനിൽ നിന്ന് തുടങ്ങുക. രണ്ടാമത്തെ പ്രാവശ്യം ആ നോഡിനെ കാണുന്നിടത്താണ് എഴുതേണ്ടത്. ഇവിടെ വരും. എയുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്, എഴുതത്തില്ല. ഇവിടെ ഇങ്ങനെ വന്നു. ബിയുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്, എഴുതത്തില്ല. ഇവിടെ വന്നു. ഇവിടെ ആവുമ്പം ഡിയുടെ ഫസ്റ്റ് വിസിറ്റ്. അത് ഇവിടെ ആവുമ്പം ഡിയുടെ സെക്കൻഡ് വിസിറ്റ്. ഇപ്പൊ ഡി ആദ്യം എഴുതി. ഇനി ഇതിങ്ങോട്ട് വന്നു. ബിയുടെ അവിടെയാണ് വരുന്നത്. ബിയുടെ ഫസ്റ്റ് വിസിറ്റ് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇതിവിടെ സെക്കൻഡ് വിസിറ്റ്. അപ്പൊ ബി എഴുതി. നേരെ ഇങ്ങോട്ട് വന്നു. ഇത് ഇയുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്. ഇവിടെ വെച്ച് നോക്കുമ്പോ ഇത് ഡിയുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്, ഇത് ഇയുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്. അടുത്ത് കിടക്കുന്നത് നോക്കത്തുള്ളൂ. അല്ലാതെ ഡി ഇവിടെ കിടക്കുവാണ് ഇത് ഇയുടെ മൂന്നാമത്തെ നല്ല എടുക്കുന്നത്, അല്ലെ ഈ എടുക്കുവാണ് ഇത് ഇയുടെ ഒന്നാമത്തെ നല്ല എടുക്കുന്നത്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന വരയാണ് എടുക്കേണ്ടത്. അപ്പം ഇയുടെ ഇവിടുത്തെ ഫസ്റ്റ് വിസിറ്റ് എഴുതത്തില്ല. ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നു. ഐയുടെ ഫസ്റ്റ് വിസിറ്റ് ഇവിടെ, ഐയുടെ സെക്കൻഡ് വിസിറ്റ് ഇവിടെ. അപ്പൊ ഐ എഴുതി. നേരെ ഇവിടെ വന്നു. ഇയുടെ ഫസ്റ്റ് വിസിറ്റ് ഇവിടെ, സെക്കൻഡ് വിസിറ്റ് എഴുതും. നേരെ ഇവിടെ വന്നു. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ വന്നു. ഇവിടെ തേർഡ് വിസിറ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഈ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതത്തില്ല. നേരെ ഇവിടെ വന്നു. ഇവിടാണ് ബി ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എഴുതത്തില്ല. ഇവിടെ വന്നു. അപ്പം ഇവിടെ എയുടെ ഫസ്റ്റ് വിസിറ്റ്, ഇവിടെ എയുടെ സെക്കൻഡ് വിസിറ്റ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു കഴിയുമ്പം സിയുടെ ഫസ്റ്റ് വിസിറ്റ്. നേരെ ഇവിടെ വന്നു. എഫിന്റെ ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ്. എഫ് എഴുതി. നേരെ ഇങ്ങോട്ട് വന്നു.
സിയുടെ ഫസ്റ്റ് വിസിറ്റ് ഇവിടെ, സെക്കൻഡ് വിസിറ്റ് ഇവിടെ. സി എഴുതി. നേരെ ഇവിടെ വന്നു, ജിയുടെ ഫസ്റ്റ് വിസിറ്റ് എഴുതത്തില്ല. ഇവിടെ നേരെ വന്ന് ഇവിടെ വരും, ജിയുടെ സെക്കൻഡ് വിസിറ്റ് ആണ് ഇവിടെ, അപ്പൊ ജി എഴുതും. നേരെ ഇവിടെ വന്നു, ജെയുടെ ഫസ്റ്റ് വിസിറ്റ് ഇവിടെ, ജെയുടെ സെക്കൻഡ് വിസിറ്റ് ഇവിടെ, അപ്പൊ ജെ ഇവിടെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ വന്നു, ജി ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതത്തില്ല. സി ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, കണ്ടോ, അതുകൊണ്ട് എഴുതത്തില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതത്തില്ല. അപ്പൊ ഇതാണ് ഇനോർഡർ. ഈസി ആയിട്ട് എഴുതുന്ന മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ടോ, എ ആണ് റൂട്ട്. ഏതെടുത്ത് കഴിഞ്ഞാൽ എ ആണ്, ഇപ്പൊ എ ആണ് റൂട്ട് എങ്കിൽ എയുടെ ഇങ്ങോട്ട് വരുന്നതല്ല എയുടെ ലെഫ്റ്റ് ചൈൽഡാണ്. എനിക്ക് എയുടെ ലെഫ്റ്റ് കിടക്കുന്നതാണ് ഡിയും ബിയും ഇയും ഐയും, കണ്ടോ. ഇത് ഇവിടുന്ന് എടുക്കുന്നത് എയുടെ റൈറ്റ് ചൈൽഡാണ്. ഏതെടുത്താലും അങ്ങനെ ആയിരിക്കും കിട്ടുക. ഇപ്പൊ ബി എടുക്കുവാണെങ്കിൽ കണ്ടോ, ബി എടുക്കുവാണെങ്കിൽ ബിയുടെ ലെഫ്റ്റ് ഇവിടെ വരും, ബിയുടെ റൈറ്റ് ചൈൽഡ് ആണ് ഇത്. ഇൻഓർഡർ എടുക്കുവാണെങ്കിൽ എപ്പോഴും അങ്ങനെ റൂട്ട് നോഡ് എടുത്ത് വെക്കുക. റൂട്ട് നോഡ് ലെഫ്റ്റും റൈറ്റും ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് റൂട്ട് നോഡ് ആയിരിക്കും പ്രീ ഓർഡർ എടുക്കുമ്പോൾ ആദ്യം കിടക്കുന്നത് എന്താ, റൂട്ട് നോഡാണ്. അപ്പൊ റൂട്ട് നോഡ് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, റൂട്ട് നോഡ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം കിടക്കുന്നതായിരിക്കും. പ്രീ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നതായിരിക്കും റൂട്ട് നോഡ്. ഇൻഓർഡറിന്റെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ റൂട്ട് നോഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ റൂട്ട് നോഡ് ലെഫ്റ്റ് കിടക്കുന്ന എയുടെ ലെഫ്റ്റ് ചൈൽഡും, ഓക്കെ, റൈറ്റ് കിടക്കുന്നത് എയുടെ റൈറ്റ് ചൈൽഡും ആയിരിക്കും. ഇനിയും നമുക്ക് പോസ്റ്റ് ഓർഡർ ആണ് പഠിക്കുന്നത്. പോസ്റ്റ് ഓർഡർ നമുക്ക് നോക്കാം. പോസ്റ്റ് ഓർഡർ ആണ്. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിന്റെ അത് LRN ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പോസ്റ്റ് ഓർഡർ. ഓക്കെ, ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീ ഇൻ പോസ്റ്റ് ഓർഡർ ആണ് L. നെക്സ്റ്റ് എന്താണ്, ട്രാവേഴ്സ് ദ റൈറ്റ് സബ്സ്ട്രീ ഇൻ പോസ്റ്റ് ഓർഡർ, അതാണ് R. ഓക്കെ, വിസിറ്റ് ദ റൂട്ട് നോഡ്. നിങ്ങൾക്ക് ഓൾറെഡി എഴുതാം, എളുപ്പം എഴുതാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. എൽ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാവേഴ്സ് റൈറ്റ് സബ്സ്ട്രീം എഴുതണ്ടേ. ഓക്കെ, സോറി, എൽ ആണെങ്കിൽ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്സ്ട്രീം പോസ്റ്റ് ഓർഡർ, ആർ ആണെങ്കിൽ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് റൈറ്റ് സബ്സ്ട്രീം പോസ്റ്റ് ഓർഡർ, എൻ ആണെങ്കിൽ വിസിറ്റ് ദ റൂട്ട് നോഡ്. ഓക്കെ, അത് തന്നെയാണ് അൽഗോരിതം. വോയിഡ് പോസ്റ്റ് ഓർഡർ നോഡ് സ്റ്റാർ പി. പി എന്ന് പറഞ്ഞ നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് പി. ഇഫ് ട്രീ നോട്ട് ഈക്വൽ ടു നൾ, ട്രീ നൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പോസ്റ്റ് ഓർഡർ ആർ ലെഫ്റ്റ്. ആദ്യം ലെഫ്റ്റ് വിളിക്കാൻ പറഞ്ഞേക്കുന്നത്, അപ്പൊ പോസ്റ്റ് ഓർഡർ ആർ ലെഫ്റ്റ്. നെക്സ്റ്റ് പോസ്റ്റ് ഓർഡർ പി റൈറ്റ്. ദെൻ പ്രിന്റ് ചെയ്യിക്കുക. വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ് പി ഡേറ്റ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് ഇഫിന്റെ ക്ലോസ് ചെയ്യുക, ഫംഗ്ഷനെ ക്ലോസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കാണും ഇത് എങ്ങനെ എഴുതണമെന്നുള്ളത്. ഇത് അറിയാമെങ്കിൽ നമുക്ക് അൽഗോരിതം പ്രോഗ്രാമും ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, എല്ലാം എന്നുള്ളിടത്ത് എന്താ കൊടുക്കണ്ടേ, പി റൈറ്റ് ആണെങ്കിൽ പി റൈറ്റ് ആണെങ്കിൽ എന്ത് കൊടുക്കണം, ഈ ഫംഗ്ഷൻ നെയിം എന്താണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക. അതുകൊണ്ട് പി റൈറ്റ് ആണെങ്കിൽ പി റൈറ്റ്, എല്ലാണെങ്കിലോ പി ലെഫ്റ്റ്. ഓക്കെ, വിസിറ്റ് ചെയ്യുവാണെങ്കിലോ അതിനെ പ്രിന്റ് ചെയ്യുക പി ഡേറ്റ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ എങ്ങനെ പോസ്റ്റ് ഓർഡർ എഴുതുക എന്നുള്ളതാണ് നെക്സ്റ്റ്. എങ്ങനെ എഴുതാം പോസ്റ്റ് ഓർഡറിന്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞ, ആദ്യം എൽ ആണ് ലെഫ്റ്റ് സബ്സ്ട്രീ. ഓക്കെ, ആദ്യം ഇവിടെ വന്നു, ഇതിന്റെ ലെഫ്റ്റ് സബ്സ്ട്രീ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നു. നെക്സ്റ്റ് എന്താ പറയുക, ഇതിന്റെ ലെഫ്റ്റ് എടുക്കും. ഓക്കെ, ഇതിന്റെ ലെഫ്റ്റ് എടുത്തു, അപ്പൊ ടി എഴുതി, വിസിറ്റ് ചെയ്ത് അതിനെ വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇത് തിരിച്ചിവിടെ വന്നു, ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് ഈ നോടി വന്നു. ലെഫ്റ്റ് കഴിഞ്ഞെങ്കിൽ ഇത് റൈറ്റിൽ പോകും. ഓക്കെ, റൈറ്റിൽ പോയി കഴിഞ്ഞാല് ഇതിന് ലെഫ്റ്റ് ഉണ്ടെന്നാ പിന്നെ നോക്കണം. ഇതിന് ലെഫ്റ്റ് ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും, അത് എഴുതി. നെക്സ്റ്റ് നോക്കും ഇതിന് റൈറ്റ് ഉണ്ടോ, ഇല്ല. അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ എഴുതി. ഇത് നേരെ ഇവിടെ പിന്നെ തിരിച്ചെഴുതും. ഇവിടുത്തെ ലെഫ്റ്റ് എഴുതി കഴിഞ്ഞാൽ റൈറ്റ് എഴുതി കഴിഞ്ഞാൽ ബി എ വിസിറ്റ് ചെയ്യുക, ബി നേരെ എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ചെല്ലും. അപ്പൊ ലെഫ്റ്റ് എഴുതി കഴിഞ്ഞുള്ളൂ, അപ്പൊ ഇനി റൈറ്റിലോട്ട് പോകും. ഇതിന് റൈറ്റിൽ പോയി സി. ഓക്കെ, സി കഴിഞ്ഞാൽ ഇതിന് പിന്നെ ലെഫ്റ്റ് ഉണ്ടെന്നാണ് നോക്കുന്നത്, എഫ്. ഓക്കെ, എഫ് വന്നു, ലെഫ്റ്റും റൈറ്റും ഇല്ല, അതുകൊണ്ട് എഫിനെ റൈറ്റ് ചെയ്തു. നേരെ ഇത് ഇവിടെ വന്നു, സിയിലാണ് വരുന്നത്. സിയുടെ ലെഫ്റ്റ് കഴിഞ്ഞു, ലെഫ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റൈറ്റിലോട്ട് പോയി.
ഓക്കെ, റൈറ്റിലോട്ട് പോയി ഇവിടെ വന്നു. അപ്പൊ ജിക്ക് ലെഫ്റ്റ് ഉണ്ടോ നോക്കും, ഇല്ല. ഓക്കെ, ജിക്ക് റൈറ്റ് ഉണ്ടോ നോക്കും, ഉണ്ട്, ജെ എഴുതും. നേരെ ഇവിടെ വന്നു, ലെഫ്റ്റും റൈറ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജി എഴുതി. നേരെ ഇവിടെ വന്നു, ഇതിന്റെ സിയുടെ ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ സി വിസിറ്റ് ചെയ്തു. ഇവിടെ നേരെ ഇവിടെ തിരിച്ചെത്തി, ഇത് എയുടെ ലെഫ്റ്റും റൈറ്റും എഴുതി കഴിഞ്ഞു, അങ്ങനെയാണ് എ വിസിറ്റ് ചെയ്യുന്നു. ഇതാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, അപ്പൊ എളുപ്പ വഴിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെ റൈറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുക്കാം. നേരത്തെ വരച്ച പോലെ തന്നെ നിങ്ങൾ വരയ്ക്കരുത് ഇങ്ങനെ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു നോഡിനെ ലാസ്റ്റിൽ എവിടെ വെച്ച് വിസിറ്റ് ചെയ്യുന്നു കാണുന്നു അത് വേണം എഴുതാൻ. ഓക്കെ, പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം കാണുമ്പോൾ എഴുതി. ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വിസിറ്റ് കണ്ടപ്പോൾ എഴുതി. പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എവിടെയാണോ നമ്മൾ കാണുന്നത് അവിടെ വേണം, അവിടെ അത് വേണം എഴുതാൻ. ഇപ്പൊ ഇവിടെ വരുമ്പോ ഇത് ലാസ്റ്റ് അല്ല, അപ്പൊ എഴുതത്തില്ല. ഇവിടെ വന്നു ബിയുടെ ലാസ്റ്റ് അല്ല, എഴുതത്തില്ല. ഇവിടെ വരുമ്പോ ഡി ഇനിയും വരുന്നില്ല, ഇവിടെ വരുമ്പോ ഡി ഇനി തിരിച്ച് വരുന്നില്ല, അപ്പൊ എന്ത് ചെയ്യും, ഡിയെ എഴുതും. ബിയുടെ ലാസ്റ്റ് വിസിറ്റ് ആണ്, നേരെ ഇവിടെ വന്നു. ബിയുടെ ലാസ്റ്റ് വിസിറ്റ് അല്ല, ബി ഇവിടെ ഉണ്ട്, അപ്പൊ ഇത് എഴുതത്തില്ല. നേരെ ഇവിടെ വന്നു, ഈ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ എഴുതത്തില്ല. ഇവിടെ വരുമ്പം ഐയുടെ ഫസ്റ്റ് വിസിറ്റ്, ഇവിടെ വരുമ്പം ലാസ്റ്റ് വിസിറ്റ്, അപ്പൊ ഐ എഴുതും. നെക്സ്റ്റ് ഇവിടെ വന്നു, ഇയുടെ ലാസ്റ്റ് വിസിറ്റ് അല്ല, എഴുതത്തില്ല. ഇവിടെ വന്നു, ഇവിടെ വരുമ്പോ ഇയുടെ ലാസ്റ്റ് വിസിറ്റ്, അപ്പൊ ഇ എഴുതി. ഇവിടെ വന്നു, ബിയുടെ ലാസ്റ്റ് വിസിറ്റ് ആണ്, ബി എഴുതി. ഇവിടെ വന്നു, എയുടെ ലാസ്റ്റ് വിസിറ്റ് അല്ല, എഴുതത്തില്ല. ഇവിടെ വരുമ്പോ സിയുടെ ലാസ്റ്റ് അല്ല, എഴുതത്തില്ല. സിയുടെ ലാസ്റ്റ് ഇവിടാണ്, എയുടെ ഇവിടാണ്, അപ്പം ഇത് എഴുതത്തില്ല. നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നു, എഫിന്റെ ഫസ്റ്റ് വിസിറ്റ്, എഫിന്റെ ലാസ്റ്റ് വിസിറ്റ്, അപ്പൊ എഫ് ഇവിടെ എഴുതി. ഇവിടെ വന്നു, സിയുടെ ലാസ്റ്റ് ഇവിടാണ്, അപ്പൊ ഇവിടെ അല്ല, അപ്പൊ എഴുതത്തില്ല. ഇവിടെ വന്നു, ജിയുടെ ഫസ്റ്റ് വിസിറ്റ്, ലാസ്റ്റ് ഇവിടെ, അപ്പം ഇത് എഴുതത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വന്നു, ജിയുടെ ലാസ്റ്റ് ഇവിടെ ആണ്, ഇത് എഴുതത്തില്ല. ഇവിടെ വന്നു, ജെയുടെ ഫസ്റ്റ് വിസിറ്റ്, ഇവിടെ ആകുമ്പോൾ ലാസ്റ്റ് വിസിറ്റ്, അപ്പൊ ജെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ വന്നു, ജെയുടെ ലാസ്റ്റ് വിസിറ്റ് ജെ എഴുതും. സിയുടെ ഇവിടെ വരുമ്പോഴത്തേന് ലാസ്റ്റ് വിസിറ്റ് സി എഴുതും. ഇവിടെ എ വരുമ്പോഴത്തേന് ഇതാണ് എയുടെ ലാസ്റ്റ് വിസിറ്റ് എഴുതും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഓർഡർ എഴുതുന്നത്. അപ്പൊ ഇൻ ഓർഡറിന്റെ പ്രീ ഓർഡർ ആണെങ്കിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം എവിടെ വെച്ചാണോ കാണുന്നത് അത് എഴുതും, ആ ലൈനിൽ ആദ്യം കാണുന്നത്. ഇൻ ഓർഡർ ആണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോഴത്തേനും, ഒരു നോഡിന്റെ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ എഴുതും. പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലാസ്റ്റ് ടൈം കാണുമ്പോഴത്തേനും എഴുതും. അപ്പം ഇതാണ് ട്രാവേഴ്സൽ. 3 തരത്തിലുള്ള ട്രാവേഴ്സൽ ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ട്രാവേഴ്സൽ: ഇൻ ഓർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.